എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കൊണ്ട് തയ്യാറാക്കിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സോസും കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പുളി വെള്ളത്തിലിട്ട് നല്ലതുപോലെ 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളി നന്നായിട്ട് വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ വെള്ളത്തിൽ ഇറങ്ങത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം തിളച്ചതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ആ പുളി സ്പൂൺ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ബാലൻസുള്ള ജ്യൂസെല്ലാം അതിൽ നിന്ന് എടുക്കാം. ഇനി ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് അത് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് ശർക്കര ചിരകിയതാണ്. അപ്പോൾ ആ ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശർക്കര നന്നായിട്ട് മെൽറ്റാകുന്നത് വരെ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വയ്ക്കാം. അത് തിളച്ച് കിടക്കുന്ന പുളി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് കൈയെടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി ഇതിനെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ സോസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല കിടിലം ടേസ്റ്റുള്ളൊരു സോസാണ്. അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ സ്നാക്കിൻ്റെ കൂടെ സൈഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ബൗളിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കാം. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ നിന്ന് കുഴച്ചെടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താലും മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ നിന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുത്ത മാവ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് ചിക്കൻ വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം. പിന്നീട് മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ചിക്കൻ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 കപ്പ് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് പകുതി ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മയോണൈസാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മയോണൈസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമ്മൾ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ഓരോ ബോൾസ് റെഡിയാക്കി എടുക്കാം. പിന്നീട് ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം.
അപ്പോൾ ഇതേപോലെ കുറച്ച് മാവൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എത്രത്തോളം കനം കുറച്ച് പരത്താമോ അത്രത്തോളം കനം കുറച്ച് നന്നായിട്ട് വലുപ്പത്തിൽ പരത്തിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഓയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് പൊടിമാവൊന്ന് വിതറി കൊടുക്കണം. മാവ് ഇട്ട് കൊടുത്ത് അതും ഇതേപോലെ തന്നെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പരത്തിയതിന് ശേഷം 2 സൈഡിൽ നിന്നും ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് മാവും കൂടി ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കണം. അതും കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. വീണ്ടും ഇതേപോലെ രണ്ടായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ നല്ലതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് വലിച്ച് നീട്ടണം. നീട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇനി ചപ്പാത്തി റോള് വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇത് കനം കുറച്ച് പരത്തിയെടുക്കാമോ അത്രത്തോളം കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കണം. ഇതേപോലെ നീളത്തിലും അതേപോലെ തന്നെ വീതിക്കും ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് തടവി കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മാവും വിതറി കൊടുക്കാം. മാവും ഇതേപോലെ വിതറിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ റോൾ ചെയ്യുമ്പം 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. സൈഡൊക്കെ തള്ളി വരുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു നൂല് ഉപയോഗിച്ച് ഇങ്ങനെ രണ്ടായിട്ട് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കണ്ടില്ലേ ഇതേപോലെ മാർക്കുകൾ വരും. അപ്പോൾ ഈ ഭാഗം ചപ്പാത്തി പലകയുടെ മുകൾ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പിന്നീട് ചപ്പാത്തി റോൾ ഉപയോഗിച്ച് നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. പരത്തി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എത്രത്തോളം ഫില്ലിങ് വേണോ അത്രത്തോളം വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഞൊറിയിട്ട് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഇതേപോലെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തി റോള് കൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് എത്രത്തോളം വേണമെന്ന് വെച്ച് അത്രത്തോളം വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്നും ഒന്ന് ഒരു സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് ഞൊറിയിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം മുകൾ വശം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നെല്ലാം സ്നാക്കുകൾ റെഡിയാക്കി എടുക്കണം. അതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. ആക്കി കൊടുത്തതിന് ശേഷം 4-5 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാക്കി എടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായതുകൊണ്ട് തന്നെ എണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 3-4 തവണ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കളർ മാറി കിട്ടും. അപ്പോൾ ഒരുപാട് സമയമൊന്നും ആകത്തില്ല. ഇതേപോലെ 3-4 തവണ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ കണ്ടില്ലേ കളറൊക്കെ മാറി വരുന്നുണ്ട്. സ്നാക്ക് അത്യാവശ്യം വലിപ്പം വെച്ചും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവാണ് ഈ സ്നാക്കിന് വേണ്ടത്. അത് നന്നായിട്ടൊരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ അളവിൽ നമുക്കൊരു 10 സ്നാക്ക് വരെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബാലൻസ് ഉള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കി വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് ഒരു 4-5 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ രണ്ടാമത് ഇട്ട് കൊടുത്തതും നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നല്ല ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് ചായയുടെ കൂടെ കഴിക്കാൻ. തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. ഇത് കണ്ടില്ലേ സ്നാക്ക് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത്. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.